വിജയകുമാർ. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നു എന്നാരോപിച്ച് നാട്ടുകാരുടെ വൻ പ്രതിഷേധം. കടുവയെ പിടികൂടാനുള്ള വനം വകുപ്പ് ദൗത്യ സംഘത്തിന്റെ ബേസ് ക്യാമ്പിൽ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. CCF ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടുവ ആക്രമണത്തിന് ശേഷം വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്താത്തതിലും ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഞങ്ങള് ഇവിടെ കൂലിപ്പണിയെടുത്താൽ ജീവിക്കാം. രണ്ട് സൈഡിൽ കൂടി കാട്, ഒരു ഭാഗത്ത് പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ചപ്പ് പറിക്കുന്നുണ്ടല്ലോ, ചപ്പിങ്ങനെ വെട്ടി വരുമ്പോഴത്തേക്ക് ചപ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചാടുന്നത് വലിച്ചോണ്ട് പോയില്ലേ, ആളെ കിട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ കാര്യം എടുക്കുന്നത്. ദൗത്യ സംഘത്തിന്റെ ബേസ് ക്യാമ്പായ പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇപ്പോഴും ഈ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ആ ബേസ് ക്യാമ്പിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണോ? നാട്ടുകാർ ഏതെങ്കിലും തരത്തിൽ അനുനയ ചർച്ചകൾ തുടരുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അഭിജിത്ത്? വിജയകുമാർ, വലിയൊരു പ്രതിഷേധത്തിന് വേദിയാവുകയാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ്. അല്പസമയം മുൻപ് ഈ പ്രദേശവാസികളുമായ ഒരു ചർച്ച ഇവിടെ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊടുവിലും ഈ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കലക്ടർ ഈ പ്രദേശത്തേക്ക് എത്തണം, ഈ സംഭവ സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ 3 മണിയോടുകൂടി കലക്ടർ എത്തും എന്നുള്ളൊരു ഉറപ്പാണ് നൽകിയത് എന്ന് പറയുന്നു. പക്ഷേ എന്താ ഭയം? എന്തിനാ ഭയപ്പെടുന്നത്? ഇവിടെ വരണം, കളക്ടർ ഇവിടെ വരണം, സബ് കളക്ടർ ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യണം. അല്ലാതെ പൊതുജനം കളക്ടറിനല്ല പോട്ടെ, പൊതുജനങ്ങളെ കളക്ടറിനല്ല പോട്ടെ. ഇങ്ങനെ വിഷയം നടക്കുമ്പോൾ കളക്ടറും സബ് കളക്ടറും എവിടെ വരണം? ഇവിടെ വരണം. ഈ സ്ഥാപനത്തിന് MD ആണ് കളക്ടർ, ജില്ലാ കളക്ടറും. അപ്പൊ എന്താക്കണം? ചർച്ച നടന്നില്ലേ? ചർച്ചയ്ക്കൊടുവിൽ എന്താണ് തീരുമാനം? ഈ തീരുമാനം ആയിട്ടില്ല, ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. കളക്ടർ വന്ന് ചർച്ച ചെയ്താൽ തീരുമാനവും. ഇപ്പൊ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് കളക്ടർക്ക് അങ്ങോട്ട്, കളക്ടറെ അടുത്തേക്ക് അങ്ങോട്ട് പോകണമെന്നാ. അങ്ങോട്ടല്ല പോണ്ടേ, ഇവിടെ വിഷയം നടക്കുന്നത്. കളക്ടർ ഇവിടെ വരണം, ഇവിടെ അല്ലേ വരണ്ടേ? അല്ലാതെ പൊതുജനം അങ്ങോട്ടാ പോണ്ടേ? ഈ സ്ഥാപനത്തിന്റെ MD ആണ് അവർ ഇങ്ങോട്ടല്ല വരണ്ടേ? അത് വരണം ഇവിടെ. ഏതായാലും വിജയകുമാർ, കളക്ടർ ഇവിടേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ കേന്ദ്രത്തിന്റെ നിയമപ്രകാരം, SOP പ്രകാരം ഈ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പ്രകാരം ആദ്യം ഈ കൂട് സ്ഥാപിക്കുക, മയക്കുവെടി വെക്കുക. ഇത് കഴിഞ്ഞ് ഇതിനും സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇതാണ് നിലവിലെ നിയമം. പക്ഷേ തങ്ങൾ അതിന് അനുവദിക്കില്ല. കാരണം വലിയൊരാശങ്ക തങ്ങൾക്കുണ്ട് എന്ന കാര്യമാണ് നിലവിൽ ഈ നാട്ടുകാർ പറയുന്നത്. ചേച്ചി, എന്താ നിങ്ങളുടെ ഒരു ആവശ്യം? ഞങ്ങൾ ഈ കടുവയെ കൊന്നിട്ട് ഞങ്ങൾ ബോഡി ഞങ്ങൾ കൊണ്ടുവെക്കും, ബോഡി വാങ്ങി ഇവിടെ കൊണ്ടുവെക്കൂന്ന്. നടുവയുടെ ബോഡി ഞങ്ങൾ കൊണ്ടുവെക്കും. പിന്നെ ഞങ്ങളുടെ ബോഡി മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുലിയെ കൊല്ലില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ബോഡി ഇവിടെ കൊണ്ടുവരും. അതിന് ഉത്തരവ് ഇവിടെ ഉണ്ടാക്കി തരണം. ഇവിടെ ഉണ്ടാക്കി തരാൻ പറ്റില്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് ഞങ്ങളുടെ സമാധാനം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങളെ സ്വഭാവം മാറും. എപ്പോഴാണ് മാറുന്നത്, എങ്ങനെയാണ് മാറുന്നത് ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. പറയുന്നത് ഇപ്പോൾ കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും വേണം. കൊല്ലുന്നത് ഞങ്ങൾ എല്ലാവരും ഇത്രയും നാട്ടുകാരുടെ മുന്നിലായിരിക്കണം വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെച്ച് കൊല്ലണം, അല്ലാതെ ഞങ്ങളെ വിടൂല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ പേടിയുണ്ട്. എപ്പോഴും ഞങ്ങൾ ഈ ശ്വാസം വിട്ട് ജീവിക്കാൻ കൊണ്ടുവിടും. ഇവിടുന്ന് പിടിക്കും, ഇനി വേറെ കാട്ടിലേക്ക് കൊണ്ടുവിടും, വേറെ സ്ഥലത്ത് പിടിക്കും, അപ്പുറത്തെ കാട്ടിൽ കൊണ്ടുവിടും. വെടിവെച്ച് കൊല്ലുന്ന ഒരു പരിപാടി ഇവർക്കില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യണം, എന്നാലേ സമരം അവസാനിക്കുള്ളൂ. വിജയകുമാർ, അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. ഇവിടെ നിന്ന് ഈ കടുവയെ പിടികൂടുകയാണെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നുവിടും. അങ്ങനെയാണെങ്കിൽ അതും ഈ നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണ്, ആശങ്കയാണ്. ഇതിപ്പോ നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, DFO ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ഈ ഘട്ടത്തിൽ കാട്ടിലേക്ക് എല്ലാവരും കൂടി പോയി അത് ആ കാട്ടിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ആ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതിനെ അവിടെ തന്നെ നിലനിർത്തുകയും കൂട്ടിലേക്ക് കൊണ്ടുവരികയോ മയക്കുവെടി വെക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ അതിന് വേണ്ട സമയം വനംവകുപ്പ് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ. അതിന് നാട്ടുകാർ, അവിടുത്തെ പ്രതിഷേധിക്കുന്നവർ സ്വാഭാവികമായും വഴങ്ങിയില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. അപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് അവിടേക്ക് എത്താൻ വൈകുന്നത്? അതിലെന്തെങ്കിലും ഒരു വിശദീകരണം ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ?
വിജയകുമാർ, അത്തരത്തിലൊരു വിശദീകരണം നിലവിൽ ലഭ്യമല്ല. പക്ഷെ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കളക്ടർ എവിടെ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അതിനുശേഷം കളക്ടർ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കിയത് താൻ ചില ഔദ്യോഗികമായ മീറ്റിംഗിലായിരുന്നു, അതിനാലാണ് തനിക്ക് എത്താൻ കഴിയാതിരുന്നത്. മാത്രമല്ല ഇവിടെ മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് കളക്ടർ ഇന്നലെ നൽകിയത്. പക്ഷേ ഇന്നും സമാനമായ രീതിയിലുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയാണ്. കാരണം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ചെയർമാനാണ് കളക്ടർ, സബ് കളക്ടറാണ് ഈ എസ്റ്റേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് തങ്ങളുടെ എസ്റ്റേറ്റിന്റെ സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഉണ്ടായിട്ട് ഇവിടേക്ക് എത്താൻ കഴിയാതിരുന്നത് എന്ന ചോദ്യമാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ന്യായവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനം മന്ത്രി എവിടെ എന്നൊരു ചോദ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഏറെ വൈകാരികമായ ഒരു പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ശരി അഭിജിത്ത്, സ്വാഭാവികമാണ്, വൈകാരികമായി തന്നെ ആയിരിക്കും അവർ പ്രതികരിക്കുക. അത്ര വലിയ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ആശങ്കകളും വലുതാണ്. ആ കടുവ ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും അതിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വനമന്ത്രി എവിടെ, ഈ സ്ഥലത്ത് വനമന്ത്രി എത്താത്തത് എന്തുകൊണ്ടെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. കളക്ടർ എത്തുന്നില്ല, ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നില്ല. അപ്പോൾ അതിലൊക്കെയുള്ള പ്രതിഷേധമുണ്ട്. അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ അവർ പ്രതിഷേധിക്കുക തന്നെയാണ്.